പ്രേം PSC യുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ജൂലൈ മാസം 11 മുതൽ 20 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, 2023-24 നീതി ആയോഗിന്റെ ആരോഗ്യക്ഷേമ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? കേരളത്തിന് 4ാം സ്ഥാനമാണ്. അപ്പൊ 2023-24 നീതി ആയോഗിന്റെ ആരോഗ്യക്ഷേമ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ കേരളത്തിന് 4ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഗുജറാത്തിനും 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കും ഉത്തരാഖണ്ഡിനും 3ാം സ്ഥാനം ഹിമാചൽ പ്രദേശിനുമാണ്. 1ാം സ്ഥാനം ചോദിച്ചാൽ ഗുജറാത്ത്, 2ാം സ്ഥാനം മഹാരാഷ്ട്രയും ഉത്തരാഖണ്ഡും, 3ാം സ്ഥാനം ഹിമാചൽ പ്രദേശും. കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനമാണ് കേരളം. അപ്പോൾ 2023-24 നീതി ആയോഗിന്റെ ആരോഗ്യക്ഷേമ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 4ാം സ്ഥാനമാണ് കേരളത്തിന്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാരാഷ്ട്രയുടെ സംസ്ഥാന ഉത്സവമായി പ്രഖ്യാപിച്ചത് ഗണേശോത്സവം. അപ്പൊ മഹാരാഷ്ട്രയുടെ സംസ്ഥാന ഉത്സവമായി പ്രഖ്യാപിച്ച ഉത്സവം ഏതാണ്? ഗണേശോത്സവമാണ് മഹാരാഷ്ട്രയുടെ സംസ്ഥാന ഉത്സവമായി പ്രഖ്യാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ആസ്തി വിവരം ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. ആസ്തി വിവരം ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ ജില്ലാ പഞ്ചായത്ത് ചോദിച്ചാൽ ഏതാണ്? മലപ്പുറം ജില്ലാ പഞ്ചായത്താണ്. അടുത്തത്, മുംബൈയിലെ കർണാട് പാലത്തിന്റെ പുതിയ പേരാണ് സിന്ദൂർ പാലം. അപ്പൊ മുംബൈയിലെ കർണാട് പാലത്തിന്റെ പുതിയ പേര് ചോദിച്ചാൽ എന്താണ്? സിന്ദൂർ പാലം എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിന്റെ ഇമേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയി നിയമിതനായ മലയാളിയാണ് പ്രിയ നായർ. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ഇമേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയി നിയമിതയായ മലയാളിയാണ് പ്രിയ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂലൈ പ്രകാരം ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 133. 2025 ജൂലൈ പ്രകാരം ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 133. 1ാം സ്ഥാനം അർജന്റീനയ്ക്കാണ്. അപ്പോൾ 2025 ജൂലൈ പ്രകാരം ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 133. 1ാം സ്ഥാനം ചോദിച്ചാൽ അർജന്റീനയ്ക്കാണ് 1ാം സ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ലിംഗഭേദം അടിസ്ഥാനമാക്കിയുള്ള ഗർഭചിത്രങ്ങൾക്കെതിരെയും ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി പ്രവർത്തിച്ചതിന് 2025 ഐക്യരാഷ്ട്ര സഭയുടെ ജനസംഖ്യ അവാർഡ് അല്ലെങ്കിൽ പോപ്പുലേഷൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? വർഷ ദേശ്പാണ്ഡെ. അപ്പോൾ ലിംഗഭേദം അടിസ്ഥാനമാക്കിയുള്ള ഗർഭചിത്രങ്ങൾക്കെതിരെയും ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി പ്രവർത്തിച്ചതിന് 2025 ഐക്യരാഷ്ട്ര സഭയുടെ ജനസംഖ്യ അവാർഡ് അല്ലെങ്കിൽ പോപ്പുലേഷൻ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് വർഷ ദേശ്പാണ്ഡെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി ഗജമിത്ര പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം. ആന മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി ഗജമിത്ര പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ആസാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സിന്റെ ISO അംഗീകാരം ലഭിച്ച പോലീസ് സ്റ്റേഷനാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സിന്റെ ISO അംഗീകാരം ലഭിച്ച പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ആണ്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ സ്ഥാപനമാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സിന്റെ ISO അംഗീകാരം ലഭിച്ച പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന നാണയമാണ് 100 രൂപയുടെ നാണയം. അപ്പൊ ലോക പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്നത് 100 രൂപയുടെ നാണയമാണ്. അതേപോലെ കേന്ദ്ര സർക്കാരിന്റെ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചും 100 രൂപയുടെ നാണയം പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ ലോക പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന നാണയമാണ് 100 രൂപയുടെ നാണയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് മറാഠ സൈനിക ഭൂപ്രകൃതി.
അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് മറാഠ സൈനിക ഭൂപ്രകൃതിയാണ്. മഹാരാഷ്ട്രയിലെ 11ഉം തമിഴ്നാട്ടിലെ ഒരു കോട്ടയും ഉൾപ്പെടെ 12 മഹത്തായ കോട്ടകളാണ് പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. അതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കോട്ടയാണ് ജിഞ്ചി കോട്ട. കിഴക്കിന്റെ ട്രോയ് എന്നറിയപ്പെടുന്ന കോട്ടയാണ് ജിഞ്ചി കോട്ട. തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലാണ് ഈ ജിഞ്ചി കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇത് മറാഠ സൈനിക ഭൂപ്രകൃതിയുടെ ഭാഗമാണ് ജിഞ്ചി കോട്ട. കോണാർ രാജവംശത്തിലെ അനന്ത കോണാണ് ഈ കോട്ട പണികഴിപ്പിച്ചത്. അപ്പൊ മഹാരാഷ്ട്രയിലെ 11ഉം തമിഴ്നാട്ടിലെ ഈ ജിഞ്ചി കോട്ടയും ഉൾപ്പെടെ 12 മഹത്തായ കോട്ടകളാണ് മറാഠ സൈനിക ഭൂപ്രകൃതിയിലുള്ളത്. അതാണ് ഈ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത്. അത് തമിഴ്നാട്ടിൽ നിന്നുള്ള കോട്ടയാണ് ജിഞ്ചി കോട്ട. അപ്പോൾ അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ് മറാഠ സൈനിക ഭൂപ്രകൃതി. അപ്പോൾ അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് മറാഠ സൈനിക ഭൂപ്രകൃതിയാണ്. മഹാരാഷ്ട്രയിലെ 11ഉം തമിഴ്നാട്ടിലെ 1 ഉൾപ്പെടെ 12 മഹത്തായ കോട്ടകളാണ് പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കംബോഡിയയിലെ സ്ഥലമാണ് ഖമർ റൂഷ് ഭരണകൂടത്തിന്റെ പീഡന കേന്ദ്രങ്ങൾ. അപ്പൊ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഖമർ റൂഷ് ഭരണകൂടത്തിന്റെ പീഡന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കംബോഡിയയിലാണ്. അപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഖമർ റൂഷ് ഭരണകൂടത്തിന്റെ പീഡന കേന്ദ്രങ്ങൾ എവിടെയാണ്? കംബോഡിയയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ CREA തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നഗരമാണ് മേഘാലയയിലെ ബർണിഹട്ട്. അപ്പോൾ സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ക്ലീൻ ആൻഡ് എയർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നഗരം ചോദിച്ചാൽ ഏതാണ്? മേഘാലയയിലെ ബർണിഹട്ട് ആണ്. ഇതിൽ 2ാം സ്ഥാനം ചോദിച്ചാൽ ഏതാണ്? 2ാം സ്ഥാനം ഡൽഹിക്കാണ്. അപ്പോൾ സെന്റർ ഫോർ റിസർച്ച് എനർജി ആൻഡ് ക്ലീൻ എയർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നഗരം ചോദിച്ചാൽ മേഘാലയയിലെ ബർണിഘട്ടും 2ാം സ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഡൽഹിക്കുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂലൈയിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത വ്യക്തികളാണ് ഉജ്ജ്വൽ നിഗം. പ്രശസ്തനായ അഭിഭാഷകനാണ് ഉജ്ജ്വൽ നിഗം. അതേപോലെ ശ്രീ സദാനന്ദൻ മാസ്റ്റർ, സോഷ്യൽ വർക്കർ, സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ സദാനന്ദൻ മാസ്റ്റർ. ഹർഷവർദ്ധൻ ശൃംഗ്ല, ഫോറിൻ സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന ഹർഷവർദ്ധൻ ശൃംഗ്ല. ഡോക്ടർ മീനാക്ഷി ജെയിൻ, ഹിസ്റ്റോറിയൻ, ചരിത്രകാരിയായ മീനാക്ഷി ജെയിനുമാണ് 2025 ജൂലൈയിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ. രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. 12 അംഗങ്ങളെയാണ് അങ്ങനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ 2025 ജൂലൈയിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്? ഉജ്ജ്വൽ നിഗം, സി സദാനന്ദൻ മാസ്റ്റർ, ഹർഷവർദ്ധൻ ശൃംഗ്ല, ഡോക്ടർ മീനാക്ഷി ജെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കയ്യെഴുത്തുപ്രതി പൈതൃകത്തെ കുറിച്ചുള്ള ആദ്യത്തെ ആഗോള സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കയ്യെഴുത്തുപ്രതി പൈതൃകത്തെ കുറിച്ചുള്ള ആദ്യത്തെ ആഗോള സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 വിംബിൾട്ടൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവാണ് ഇഗ സിയാടെക്. 2025 വിംബിൾട്ടൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ചോദിച്ചാൽ ആരാണ്? പോളണ്ട് താരം ഇഗ സിയാടെക് ആണ്. അമേരിക്കയുടെ അമാൻഡ അനിസിമോവയെ പരാജയപ്പെടുത്തിയാണ് ഇഗ സിയാടെക് കിരീടം നേടിയത്. ഇഗയുടെ ആദ്യത്തെ വിംബിൾട്ടൺ കിരീടമാണ് 2025 ലഭിച്ചത്. അപ്പൊ 2025 വിംബിൾട്ടൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ചോദിച്ചാൽ ആരാണ്? പോളണ്ട് താരം ഇഗ സിയാടെക് ആണ്. അമേരിക്കയുടെ അമാൻഡ അനിസിമോവയെ പരാജയപ്പെടുത്തി പോളണ്ടിന്റെ ഇഗ സിയാടെക് ആണ് 2025 വിംബിൾട്ടൺ കിരീട ജേതാവായത്. അടുത്ത ക്വസ്റ്റ്യൻ, തുടർച്ചയായ ഓവറുകളിൽ ഹാട്രിക് എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയത് കിഷോർ കുമാർ. തുടർച്ചയായ ഓവറുകളിൽ ഹാട്രിക് എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? കിഷോർ കുമാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറിന് ആതിഥേയത്വം വഹിക്കുന്ന
വഹിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറിന് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണ്? ഒഡീഷ. നെക്സ്റ്റ്, ഇന്ത്യയുടെ 87ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഹരികൃഷ്ണൻ. ഇന്ത്യയുടെ 87ാമത് ഗ്രാൻഡ് മാസ്റ്റർ ചോദിച്ചാൽ ആരാണ്? ഹരികൃഷ്ണനാണ് ഇന്ത്യയുടെ 87ാമത് ഗ്രാൻഡ് മാസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ചോദിച്ചാൽ യാക്ടൻ വില്ലേജ്. സിക്കിമിലെ പാൻഗോങ് ജില്ലയിലെ യാക്ടൻ വില്ലേജ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമമായി മാറിയത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ചോദിച്ചാൽ ഏതാണ്? സിക്കിമിലെ പാൻഗോങ് ജില്ലയിലെ യാക്ടൻ വില്ലേജ് ആണ്. യാക്ടൻ വില്ലേജ്. അപ്പൊ സിക്കിമിലെ പാൻഗോങ് ജില്ലയിലെ യാക്ടൻ വില്ലേജ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമമായി മാറിയത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂലൈയിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ തുമ്പി ഇനമാണ് ലിറിയോതെമിസ് അബ്രഹാമി. അപ്പൊ 2025 ജൂലൈയിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ തുമ്പി ഇനമാണ് ലിറിയോതെമിസ് അബ്രഹാമി. ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് ഈ തുമ്പി ഇനത്തെ കണ്ടെത്തിയത്. മലപ്പൊത്തിൽ മുട്ടയിടുന്ന തരം തുമ്പിയാണ് ലിറിയോതെമിസ് അബ്രഹാമി. അതുപോലെ ഡോക്ടർ എബ്രഹാം സാമുവലിനോടുള്ള ആദരവായിട്ടാണ് ഈ തുമ്പി ഇനത്തിന് ഈ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 2025 ജൂലൈയിൽ പശ്ചിമഘട്ടത്തിലെ ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി ഇനം ചോദിച്ചാൽ ഏതാണ്? ലിറിയോതെമിസ് അബ്രഹാമി. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സ്കിപ്പർ ചിത്രശലഭം ഏതാണ്? സോഗ്രോഫെറ്റസ് മാദേവി. അപ്പൊ അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ സോഗ്രോഫെറ്റസ് മാദേവി ഏത് ഇനമെന്ന് ചോദിച്ചാൽ സ്കിപ്പർ ചിത്രശലഭമാണ്. അപ്പൊ അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ സോഗ്രോഫെറ്റസ് മാദേവി ഏത് ഇനത്തിൽ പെടുന്നു? അത് സ്കിപ്പർ ചിത്രശലഭമാണ്. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സ്കിപ്പർ ചിത്രശലഭമാണ് സോഗ്രോഫെറ്റസ് മാദേവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ ലോക പൈതൃക പദവിയുടെ താൽക്കാലിക പട്ടികയിൽ ഇടം പിടിച്ച മേഘാലയയിലെ പാലമാണ് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. അപ്പൊ യുനെസ്കോയുടെ ലോക പൈതൃക പദവിയുടെ താൽക്കാലിക പട്ടികയിൽ ഇടം പിടിച്ച മേഘാലയയിലെ പാലം ചോദിച്ചാൽ ഏതാണ്? ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. ജീവനുള്ള വേരുകളാൽ നിർമ്മിക്കപ്പെട്ട പാലം എന്നറിയപ്പെടുന്നതാണ് മേഘാലയയിലെ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. അപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയുടെ താൽക്കാലിക പട്ടികയിൽ ഇടം പിടിച്ച മേഘാലയയിലെ പാലമാണ് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പനേഷ്യ ബയോടെക് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ തദ്ദേശീയ ടെട്രാവാലൻ ഡെങ്കി വാക്സിൻ ആണ് ഡെങ്കി ആൾ. പനേഷ്യ ബയോടെക് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ തദ്ദേശീയ ടെട്രാവാലൻ ഡെങ്കി വാക്സിൻ ആണ് ഡെങ്കി ആൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ചിലവ് കുറഞ്ഞ കാർബൺ ഫൈബർ കൃത്രിമ കാലാണ് അഡിഡോക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ചിലവ് കുറഞ്ഞ കാർബൺ ഫൈബർ കൃത്രിമ കാലാണ് അഡിഡോക്ക്. ബിബിനഗർ എയിംസും DRDOയും സംയുക്തമായിട്ടാണ് ഈ കൃത്രിമ കാൽ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ചിലവ് കുറഞ്ഞ കാർബൺ ഫൈബർ കൃത്രിമ കാലാണ് അഡിഡോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്രത്തിന്റെ വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്റ്റ് പ്രോഗ്രാം GI ടാഗ് ചെയ്ത കേരളത്തിലെ ഉൽപ്പന്നമാണ് റോബസ്റ്റ കാപ്പി. വയനാട്ടിലെ റോബസ്റ്റ കാപ്പി. അപ്പോൾ കേന്ദ്രത്തിന്റെ വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്റ്റ് പ്രോഗ്രാം GI ടാഗ് ചെയ്ത കേരളത്തിലെ ഉൽപ്പന്നമാണ് റോബസ്റ്റ കാപ്പി. കേരളത്തിൽ നിന്നും ഈ അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ ഉൽപ്പന്നമാണ് റോബസ്റ്റ കാപ്പി. അപ്പോൾ കേന്ദ്രത്തിന്റെ വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്റ്റ് പ്രോഗ്രാം GI ടാഗ് ചെയ്ത കേരളത്തിലെ ഉൽപ്പന്നം ചോദിച്ചാൽ ഏതാണ്? വയനാട്ടിലെ റോബസ്റ്റ കാപ്പി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശിവമോഗ. കർണാടകയിലെ ശിവമോഗയിലാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം സ്ഥിതി ചെയ്യുന്നത്.
ഏത് ശരാവതി നദിക്ക് കുറുകെയാണ് ഈ പാലം ഉള്ളത്. ശരാവതി നദിക്ക് കുറുകെ 6 കിലോമീറ്റർ നീളത്തിലാണ് ഈ പാലം, കേബിൾ സ്റ്റേ പാലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കർണാടകയിലെ ശിവമോഗയില് ശരാവതി നദിക്ക് കുറുകെ 6 കിലോമീറ്റർ ആണ് പാലത്തിന്റെ പാലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പാലത്തിന്റെ പേര് ചോദിച്ചാൽ ചൗഡേശ്വരി പാലം എന്നാണ് പാലത്തിന്റെ പേര്. കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഇന്ത്യയിലെ 2ാമത്തെ നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലെ ശിവമോഗയിലാണ്. ശരാവതി നദിക്ക് കുറുകെയാണ് പാലമുള്ളത്. 6 കിലോമീറ്റർ ആണ് പാലത്തിന്റെ നീളം. ചൗഡേശ്വരി പാലം എന്നാണ് പാലത്തിന്റെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോവയുടെ പുതിയ ഗവർണർ ആയി നിയമിതയായ വ്യക്തിയാണ് അശോക് ഗജപതി രാജു. അപ്പോൾ ഗോവയുടെ പുതിയ ഗവർണർ ചോദിച്ചാൽ ആരാണ്? അശോക് ഗജപതി രാജു. അതേപോലെ ഹരിയാനയുടെ പുതിയ ഗവർണറാണ് അശ്വിൻ കുമാർ ഘോഷ്. അപ്പൊ ഗോവയുടെ പുതിയ ഗവർണർ അശോക് ഗജപതി രാജു, ഹരിയാനയുടെ പുതിയ ഗവർണറായി നിയമിതനായത് അശ്വിൻ കുമാർ ഘോഷ് ആണ്. അതേപോലെ ലഡാക്കിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത് കവീന്ദർ ഗുപ്തയാണ്. അപ്പൊ പുതിയ ഗവർണർമാര്, ഗോവയുടെ പുതിയ ഗവർണർ ചോദിച്ചാൽ ആരാണ്? അശോക് ഗജപതി രാജു. ഹരിയാനയുടെ പുതിയ ഗവർണർ അശ്വിൻ കുമാർ ഘോഷ്. അതേപോലെ ലഡാക്കിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ വ്യക്തിയാണ് കവീന്ദർ ഗുപ്ത. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂലൈയിൽ അന്തരിച്ച റേഡിയോ മല്ലൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് മല്ലൻ കാണി. മല്ലൻ കാണിയാണ്. അപ്പൊ 2025 ജൂലൈയിൽ അന്തരിച്ച റേഡിയോ മല്ലൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് മല്ലൻ കാണി. ആരോഗ്യപെച്ച എന്ന ഔഷധ സസ്യത്തെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ഈ മല്ലൻ കാണി. അദ്ദേഹം റേഡിയോ മല്ലൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം 2025 ജൂലൈയിൽ അന്തരിച്ചു. അപ്പോൾ 2025 ജൂലൈയിൽ അന്തരിച്ച റേഡിയോ മല്ലൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് മല്ലൻ കാണി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂലൈ 14 അന്തരിച്ച തെന്നിന്ത്യൻ സിനിമാ താരമാണ് സരോജ ദേവി. 2025 ജൂലൈ 14 അന്തരിച്ച തെന്നിന്ത്യൻ സിനിമാ താരം ചോദിച്ചാൽ ആരാണ്? സരോജ ദേവിയാണ്. കന്നഡയിൽ അഭിനയ സരസ്വതി എന്നും തമിഴിൽ കന്നഡത്തു പൈങ്കിളി എന്നാണ് സരോജ ദേവി അറിയപ്പെട്ടിരുന്നത്. അതേപോലെ കന്നഡ സിനിമാ ലോകത്തെ ആദ്യത്തെ വനിതാ സൂപ്പർ സ്റ്റാർ ആണ് സരോജ ദേവി. കന്നഡയിൽ അഭിനയ സരസ്വതി എന്ന് അറിയപ്പെട്ടിരുന്നു. ഇവർക്ക് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. 1969 പത്മശ്രീയും 1992 പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. അപ്പൊ 2025 ജൂലൈ 14 അന്തരിച്ച തെന്നിന്ത്യൻ സിനിമാ താരം ചോദിച്ചാൽ ആരാണ്? സരോജ ദേവിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മാരത്തൺ ഓട്ടക്കാരനെന്ന് കരുതപ്പെടുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജനാണ് ഫൗജ സിംഗ്. അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മാരത്തൺ ഓട്ടക്കാരനെന്ന് കരുതപ്പെടുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജനാണ് ഫൗജ സിംഗ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ടർബൈൻഡ് ടൊർണാഡോ. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ചോദിച്ചാൽ ഏതാണ്? ടർബൈൻഡ് ടൊർണാഡോ. ടർബൈൻഡ് ടൊർണാഡോ എന്നത് ആരുടെ ജീവചരിത്രമാണ്? ഫൗജ സിംഗിന്റെ ജീവചരിത്രമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മാരത്തൺ ഓട്ടക്കാരനെന്ന് കരുതപ്പെടുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജനാണ് ഫൗജ സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 വിംബിൾട്ടൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ വ്യക്തിയാണ് യാനിക് സിന്നർ. ഇറ്റലി താരം യാനിക് സിന്നർ ആണ് 2025 വിംബിൾട്ടൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. കാർലോസ് അൽക്കാരസിനെ പരാജയപ്പെടുത്തിയാണ് യാനിക് സിന്നർ ഈ പുരസ്കാരം നേടിയത്. അപ്പൊ 2025 വിംബിൾട്ടൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? യാനിക് സിന്നർ ആണ്. ഇറ്റലി താരം യാനിക് സിന്നർ ആണ് കിരീടം നേടിയത്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? കാർലോസ് അൽക്കാരസിനെ പരാജയപ്പെടുത്തിയാണ് യാനിക് സിന്നർ കിരീടം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂലൈ 14 ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന ഏറ്റവും വലിയ സൈനിക അഭ്യാസമാണ്
എക്സർസൈസ് താലിസ്മാൻ സാബർ 2025 ജൂലൈ 14 ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന ഏറ്റവും വലിയ സൈനിക അഭ്യാസമാണ് എക്സർസൈസ് താലിസ്മാൻ സാബർ. 19 രാജ്യങ്ങളാണ് ഈ സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്തത്. അപ്പൊ 2025 ജൂലൈ 14 ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന ഏറ്റവും വലിയ സൈനിക അഭ്യാസത്തിന്റെ പേരാണ് എക്സർസൈസ് താലിസ്മാൻ സാബർ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 പ്രഥമ ഫിഫ ക്ലബ് ഫുട്ബോൾ കിരീടം നേടിയ ടീമാണ് ചെൽസി. 2025 പ്രഥമ ഫിഫ ക്ലബ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? ചെൽസി. PSG പരാജയപ്പെടുത്തിയാണ് ചെൽസി കിരീടം നേടിയത്. PSG പരാജയപ്പെടുത്തിയാണ് ചെൽസി കിരീടം നേടിയത്. വേദി ചോദിച്ചാൽ എവിടെയായിരുന്നു? വേദി അമേരിക്കയായിരുന്നു. അമേരിക്കയായിരുന്നു പ്രഥമ ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയായിരുന്നു? അമേരിക്കയായിരുന്നു വേദി. PSG പരാജയപ്പെടുത്തി ചെൽസിയാണ് കിരീടം നേടിയത്. 32 ടീമുകളാണ് ഇതിൽ പങ്കെടുത്തത്. അപ്പൊ 2025 പ്രഥമ ഫിഫ ക്ലബ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? ചെൽസി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 18 ദിവസത്തെ ബഹിരാകാശ യാത്രയ്ക്കൊടുവിൽ ശുഭാംശു ശുക്ല തിരിച്ച് ഭൂമിയിലെത്തിയത് എന്നാണ്? 2025 ജൂലൈ 15 അപ്പൊ 18 ദിവസത്തെ ബഹിരാകാശ യാത്രയ്ക്കൊടുവിൽ ശുഭാംശു ശുക്ല തിരിച്ച് ഭൂമിയിലെത്തിയത് 2025 ജൂലൈ 15 RCO4 ദൗത്യവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അതേപോലെ തിരിച്ച് വന്ന കപ്പലാണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഗ്രേസ് എന്ന് പറയുന്ന പേടകത്തിലാണ് തിരിച്ചു വന്നത്. ഡ്രാഗൺ ഗ്രേസ് എന്ന് പറയുന്ന സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഗ്രേസ് എന്ന് പറയുന്ന പേടകത്തിലാണ് തിരിച്ച് ഭൂമിയിലെത്തിയത്. ശുഭാംശു ശുക്ല തിരിച്ച് എന്നാണ് വന്നത്? 2025 ജൂലൈ 15 വന്നത്. കാലിഫോർണിയയിലെ സാന്റിഗോ തീരത്തിന് സമീപം പസഫിക് സമുദ്രത്തിലാണ് പേടകം തിരിച്ച് ഇറങ്ങിയത്. ഈ പേടകത്തെ വീണ്ടെടുത്ത റിക്കവറി കപ്പലാണ് ഷാനൻ. അപ്പം ശുഭാംശു ശുക്ലയും സംഘവും സഞ്ചരിച്ചിരുന്ന പേടകമാണ് ഡ്രാഗൺ ഗ്രേസ് പേടകം. ആ പേടകം വന്ന് വീണത് കാലിഫോർണിയയിലെ സാന്റിഗോ തീരത്തിന് സമീപം പസഫിക് സമുദ്രത്തിലാണ്. പേടകത്തെ വീണ്ടെടുത്ത റിക്കവറി കപ്പലിന്റെ പേരാണ് ഷാനൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദിവാസി സമൂഹങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ജീനോം സീക്വൻസിംഗ് സംരംഭം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ആദിവാസി സമൂഹങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ജീനോം സീക്വൻസിംഗ് സംരംഭം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ അക്വാടെക് പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആസാമിലെ സോനാപൂരിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ അക്വാടെക് പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? സോനാപൂർ, ആസാം. നെക്സ്റ്റ്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് എക്സ്റ്റൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് എക്സ്റ്റൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. നെക്സ്റ്റ്, അടുത്തിടെ ആസാമിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഗെക്കോ ഇനമാണ് സിനമാസ്പിസ് ബ്രഹ്മപുത്ര. അപ്പൊ അടുത്തിടെ ആസാമിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഗെക്കോ ഇനം, പല്ലി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ് ഗെക്കോ. അപ്പോൾ അടുത്തിടെ ആസാമിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഗെക്കോ ഇനം ചോദിച്ചാൽ ഏതാണ്? സിനമാസ്പിസ് ബ്രഹ്മപുത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാ ജില്ലകളിലും കുറഞ്ഞത് ഒരു നദിയെങ്കിലും പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വൺ ഡിസ്ട്രിക്ട് റിവർ സംരംഭം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ എല്ലാ ജില്ലകളിലും കുറഞ്ഞത് ഒരു നദിയെങ്കിലും പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വൺ ഡിസ്ട്രിക്ട് റിവർ സംരംഭം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഉത്തർപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ സമൃദ്ധ സഹാർ യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. സമൃദ്ധ സഹാർ യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഒഡീഷ. നെക്സ്റ്റ്,
സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കിടയിൽ ഊർജ കാര്യക്ഷമമായ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് ഉത്തേജിപ്പിക്കാനായി തുടക്കം കുറിച്ച പദ്ധതിയാണ് ADDITE, the assistance in deploying energy efficient technologies in industries and establishment. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കിടയിൽ ഊർജ കാര്യക്ഷമമായ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് ഉത്തേജിപ്പിക്കാനായി തുടക്കം കുറിച്ച പദ്ധതിയാണ് ദ അസിസ്റ്റൻസ് ഇൻ ഡിപ്ലോയിങ് എനർജി എഫിഷ്യന്റ് ടെക്നോളജീസ് ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉമ്മൻചാണ്ടിയെ കുറിച്ച് PT ചാക്കോ എഴുതിയ പുസ്തകമാണ് വിസ്മയ തീരത്ത്. ഉമ്മൻചാണ്ടിയെ കുറിച്ച് വിസ്മയ തീരത്ത് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? PT ചാക്കോയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി ആരംഭിക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി ആരംഭിക്കുന്ന ആദ്യ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യ. നെക്സ്റ്റ്, അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യ സ്റ്റോർ നിലവിൽ വന്നത് എവിടെയാണ്? മുംബൈയിലാണ്. അപ്പൊ അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ആദ്യത്തെ സ്റ്റോർ നിലവിൽ വന്നത് മുംബൈയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചെന്നൈ. 2025 ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ചെന്നൈയിലാണ് 2025 ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ പ്രോ ലീഗിലെ ഏറ്റവും മികച്ച ഗോളിന് നൽകുന്ന പോളിഗ്രാസ് മാജിക് സ്കിൽ പുരസ്കാരം നേടിയ ഇന്ത്യൻ താരമാണ് ദീപിക. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ പ്രോ ലീഗിലെ ഏറ്റവും മികച്ച ഗോളിന് നൽകുന്ന പോളിഗ്രാസ് മാജിക് സ്കിൽ പുരസ്കാരം നേടിയ ഇന്ത്യൻ താരമാണ് ദീപിക. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ദീപിക. അപ്പോൾ അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ പ്രോ ലീഗിലെ ഏറ്റവും മികച്ച ഗോളിന് നൽകുന്ന പുരസ്കാരമാണ് പോളിഗ്രാസ് മാജിക് സ്കിൽ പുരസ്കാരം. ഈ പോളിഗ്രാസ് മാജിക് സ്കിൽ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരിയാണ് ദീപിക. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ദീപിക. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ പ്രോ ലീഗിലെ ഏറ്റവും മികച്ച ഗോളിന് നൽകുന്ന പുരസ്കാരമാണ് പോളിഗ്രാസ് മാജിക് സ്കിൽ പുരസ്കാരം. അത് ലഭിച്ച ഇന്ത്യൻ താരമാണ് ദീപിക. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി കവച് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? എറണാകുളം ഷൊർണൂർ റെയിൽപാതയിലാണ്. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് കവച് സംവിധാനം നിലവിൽ വരുന്നത് എറണാകുളം ഷൊർണൂർ റെയിൽപാതയിലാണ്. എന്താണ് കവച് എന്ന് ചോദിച്ചാൽ ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി അപകടങ്ങൾ ഒഴിവാക്കാനായി റെയിൽവേ തദ്ദേശീയമായി നടപ്പിലാക്കിയ ഓട്ടോമേറ്റഡ് പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവച്. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് റെയിൽവേ തദ്ദേശീയമായി നടപ്പിലാക്കിയ ഓട്ടോമേറ്റഡ് പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവച്. അപ്പൊ ആ കവച് സംവിധാനം നിലവിൽ വരുന്ന കേരളത്തിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്നത് എവിടെയാണ്? എറണാകുളം ഷൊർണൂർ റെയിൽപാതയിലാണ്. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് കവച് സംവിധാനം നിലവിൽ വരുന്നത് എറണാകുളം ഷൊർണൂർ റെയിൽപാതയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ റെയിൻ മ്യൂസിയം. ലോകത്തിലെ ആദ്യത്തെ റെയിൻ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മേഘാലയയിലെ മൗസിം റാമിലാണ്. ലോകത്തിലെ ആദ്യത്തെ റെയിൻ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മേഘാലയയിലെ മൗസിം റാമിലാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ റെയിൻ മ്യൂസിയം നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ആക്റ്റീവ് വീൽ ചെയറായ YD1 പുറത്തിറക്കിയത് IIT മദ്രാസ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ആക്റ്റീവ് വീൽ ചെയർ ചോദിച്ചാൽ ഏതാണ്? YD1 ആണ്. അത് പുറത്തിറക്കിയത് IIT മദ്രാസ് ആണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ആക്റ്റീവ് വീൽ ചെയറായ YD1 പുറത്തിറക്കിയത് IIT മദ്രാസ്. അടുത്ത ക്വസ്റ്റ്യൻ, 2028 മുതൽ ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ ഇൻസ്പേസിന്റെ അനുമതി ലഭിച്ച സ്വകാര്യ കമ്പനിയാണ് അനന്ത ടെക്നോളജീസ്. 2028 മുതൽ ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ ഇൻസ്പേസിന്റെ അനുമതി കിട്ടിയ സ്വകാര്യ കമ്പനി ചോദിച്ചാൽ ഏതാണ്? ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള അനന്ത ടെക്നോളജീസ് ആണ്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള അനന്ത ടെക്നോളജീസിനാണ് 2028 മുതൽ ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാനുള്ള ഇൻസ്പേസിന്റെ അനുമതി കിട്ടിയ സ്വകാര്യ സ്ഥാപനം. അപ്പോൾ 2028
2028 മുതൽ ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ ഇൻസ്പേസിന്റെ അനുമതി കിട്ടിയ സ്വകാര്യ സ്ഥാപനം ചോദിച്ചാൽ ഏതാണ്? ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള അനന്ത ടെക്നോളജീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്വിറ്ററിന്റെ അതായത് എക്സിന്റെ സഹസ്ഥാപകനും മുൻ സിഇഒയുമായ ജാക്ക് ഡോർസി പുറത്തിറക്കിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് ബിഗ് ചാറ്റ് എന്നാണ്. അപ്പൊ ട്വിറ്ററിന്റെ സഹസ്ഥാപകനും മുൻ സിഇഒയുമായ ജാക്ക് ഡോർസി, ട്വിറ്റർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എക്സ്, ട്വിറ്ററിന്റെ സഹസ്ഥാപകനും മുൻ സിഇഒയുമായ ജാക്ക് ഡോർസി പുറത്തിറക്കിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് ബിഗ് ചാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ഉൽക്കാപഠന നേതൃസമിതിയിലെത്തിയ മലയാളി ശാസ്ത്രജ്ഞനാണ് അശ്വിൻ ശേഖർ. അന്താരാഷ്ട്ര ഉൽക്കാപഠന നേതൃസമിതിയിലെത്തിയ മലയാളി ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാണ്? അശ്വിൻ ശേഖർ. നെക്സ്റ്റ്, ആഴക്കടൽ ഡൈവിംഗിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പലാണ് INS നിസ്താർ. ആഴക്കടൽ ഡൈവിംഗിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പലാണ് INS നിസ്താർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ചാന്ദ്ര ദിനത്തിന്റെ പ്രമേയം എന്താണ്? വൺ മൂൺ, വൺ വിഷൻ, വൺ ഫ്യൂച്ചർ. 2025 ചാന്ദ്ര ദിനത്തിന്റെ പ്രമേയമാണ് വൺ മൂൺ, വൺ വിഷൻ, വൺ ഫ്യൂച്ചർ. എന്നാണ് ചാന്ദ്ര ദിനം? ജൂലൈ 20 ചാന്ദ്ര ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ 2025 ചാന്ദ്ര ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ വൺ മൂൺ, വൺ വിഷൻ, വൺ ഫ്യൂച്ചർ. വൺ മൂൺ, വൺ വിഷൻ, വൺ ഫ്യൂച്ചർ എന്നാണ് 2025 ചാന്ദ്രദിന പ്രമേയം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR വികസിപ്പിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ മലേറിയ വാക്സിൻ ആണ് ആഡ്വാലി വാക്സ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അതായത് ICMR വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മലേറിയ വാക്സിൻ ആണ് ആഡ്വാലി വാക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായി സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപാണ് ബിത്ര. രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായി സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ചോദിച്ചാൽ ഏതാണ്? ബിത്ര. നെക്സ്റ്റ്, സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പെൺകുട്ടികളുടെ സുരക്ഷയും ശാക്തീകരണവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ശക്തിശ്രീ സംരംഭം ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. അപ്പൊ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പെൺകുട്ടികളുടെ സുരക്ഷയും ശാക്തീകരണവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ശക്തിശ്രീ സംരംഭം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഒഡീഷ. അപ്പൊ ശക്തിശ്രീ സംരംഭം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷയാണ്. ശക്തിശ്രീ സംരംഭത്തിന്റെ ലക്ഷ്യം ചോദിച്ചാൽ ഒഡീഷ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പെൺകുട്ടികളുടെ സുരക്ഷയും ശാക്തീകരണവും ഉറപ്പാക്കുക എന്നതാണ് ശക്തിശ്രീ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ശക്തിശ്രീ സംരംഭം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഒഡീഷയാണ് ആരംഭിച്ച സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമി രജിസ്ട്രേഷൻ പരീക്ഷണത്തിനായി മൈഡീഡ് NGDRS അതായത് നാഷണൽ ജനറിക് ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ സിസ്റ്റം. ഭൂമി രജിസ്ട്രേഷൻ പരിഷ്കരണത്തിനായി മൈഡീഡ് നാഷണൽ ജനറിക് ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ സിസ്റ്റം പൈലറ്റ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഭൂമി രജിസ്ട്രേഷൻ പരിഷ്കരണത്തിനായി മൈഡീഡ് NGDRS പൈലറ്റ് പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. NGDRS എന്ന് വെച്ചാൽ നാഷണൽ ജനറിക് ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ സിസ്റ്റം എന്നാണ് NGDRSന്റെ ഫുൾ ഫോം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.